ഹലോ വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സൺഡേ ആണ് കാണിക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടുമ്പോഴാണ് ഒരു ആശ്വാസം. നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ ജനലും വാതിലൊക്കെ തുറന്നിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസിലേക്ക് കിടക്കുകയാണ്. ഇന്ന് സൺഡേ ഓഫുള്ള ഒരു ദിവസമാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, ബ്രഷൊക്കെ ചെയ്തു. അതിനുശേഷം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴിയില്ല, വെറുതെ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേ. അതിനുശേഷം ചായയൊക്കെ ആയിട്ട് ചായ എടുത്ത് സിറ്റ് ഔട്ടിൽ പോവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഒരു അടിപൊളി വെയിൽ വരത്തില്ലേ, അതെല്ലാ നാട്ടിലും ഒരേപോലെ ആയിരിക്കും അല്ലേ. എനിക്ക് ആ വെയിൽ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പോസിറ്റീവ് ഒരു വൈബ് തരുന്നല്ലേ. ചിങ്ങത്തിലെ വെയിലിനൊരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ വൃശ്ചിക മാസത്തിലെ മഞ്ഞിനും ഇങ്ങനെ ഒരു ഭംഗിയില്ലേ. അങ്ങനെ രാവിലെ 8 മണിക്ക് കഴിഞ്ഞേ ഉള്ളൂ, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നേ. നമ്മുടെ മുറ്റത്തൊരു പ്ലാവ് നിൽപ്പുണ്ട്. അങ്ങനെ പ്ലാവിൻ്റെ ചോട്ടിക്കിടെ പോയപ്പോഴത്തേന് നല്ല ചക്കപ്പഴത്തിൻ്റെ മണം വന്നേ. അങ്ങനെ ഒരു ചക്ക ഇട്ടുണ്ടെന്നത്തിന് നല്ല പഴമായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ വെട്ടി വൃത്തിയാക്കി. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ചക്കയാണേ. അങ്ങനെ ചക്കയൊക്കെ വെട്ടി നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചായിരുന്നു. അതിനകത്ത് ചക്കച്ചോള കുറവാണ്, ചെറിയ ചക്കയാണ്. അത് ഒരുപാട് വലുതാണെന്നല്ല. അത് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് അങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഇല്ലേ. ചെറിയൊരു ഓറഞ്ചും എന്ന് വെച്ചാൽ മഞ്ഞയാണെന്ന് ചോദിച്ചാൽ അല്ല, ഓറഞ്ചാണോ എന്ന് ചോദിച്ചാൽ അതുമല്ലാത്തൊരു ഷെയ്ഡാണ് ആ ചക്കച്ചുളയ്ക്ക് വരുന്നത്. ഇതാണ് ആ പ്ലാവ്. ഇതെല്ലാവർക്കും മേടിച്ച് മുറ്റത്ത് വയ്ക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് മുറ്റമൊന്നും ഇല്ലാത്തവർക്കൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാവാണ്. അത്യാവശ്യം എല്ലാ സമയത്തും തന്നെ നമുക്ക് ചക്കയൊക്കെ കിട്ടും. ചക്കപ്പഴമൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേന് ഓവർ വലുപ്പമാകത്തില്ല, അത്യാവശ്യം ഒരുപാട് സ്ഥലവും വേണ്ട. അങ്ങനെ ഇത് പറ്റുന്നവരൊക്കെ 1000 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ തൈക്ക്, മേടിച്ച് വെക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഡോട്ട് ആൻഡ് കീടെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. അങ്ങനെ ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ കഴുകി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സാണ്. അത്യാവശ്യം ഈ ഒരു പ്രൈസിന് നല്ല അഫോർഡബിൾ ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീടെയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്. റേറ്റാണ് ഇച്ചിരി കൂടുതൽ. ഈ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നു. ആ ഒരു ബോട്ടിലിന് പ്രൈസ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ്. ട്രിവാൻഡ്രത്തെ ചൂടറിയാമല്ലോ, കേരളത്തിൽ മൊത്തത്തിൽ ഇതൊക്കെ ആയിരിക്കത്തില്ലേ അവസ്ഥ. ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് വേറെ എന്ത് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ വാരി പൊത്തിയതിന് ശേഷമാണ് പുറത്തൊക്കെ പോകുന്നത്. അങ്ങനെ ഫേസിൽ മാത്രം സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് എൻ്റെ കൈയും ഫേസും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് കൈയൊക്കെ ഫുള്ള്, ഞാൻ 2 വീലറൊക്കെ ഓടിക്കുന്ന ആളാണ്, അപ്പോൾ കൈയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻഡാണ്. അങ്ങനെ നമ്മളവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ബെല്ല വീറ്റയുടെയാണ്. അതൊരു ലിപ് ലൈനർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയ വഴിക്ക് ഇവിടെ അവണാകുഴിയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് വഴിയിൽ ഇങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട്. അങ്ങനെ ഒരിടത്തു നിന്ന് 2 ഫ്രൂട്ട് സലാഡ് മേടിച്ചു. ഇതിനകത്ത് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, അതേപോലെ തന്നെ പീനട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല തണുപ്പുള്ളതാണ് അവർ തരുന്നത്. നമുക്ക് ഈ ചൂട് സമയത്ത് അതൊരു ആശ്വാസമാണല്ലോ. പിന്നെ വന്ന വഴിക്ക് പേരയ്ക്ക കണ്ടപ്പം മേടിച്ചായിരുന്നേ. ഇതൊരു പ്രത്യേകതരം പേരയ്ക്കയാണ്. അതായത് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ എല്ലാ ഫ്രൂട്ട്സിനകത്തും. അത് വഴി വന്നപ്പോൾ 2 ടൈപ്പ് പേരയ്ക്ക ഉണ്ടായിരുന്നു. ഒന്ന് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു, ഓവർ മധുരമില്ലാത്ത. ഇത് 2 ചേട്ടൻ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ആപ്പിളൊക്കെ കഴിക്കുന്ന ഫീലായിരുന്നു പേരയ്ക്ക കഴിച്ചപ്പോഴേ. കാണാനും നല്ല ഭംഗിയില്ല. അതിനകത്ത് ഒരുപാട് കുരുവൊന്നുമില്ല, ഒരു 3-4 കുരുവുള്ളൂ, വലിയ കുരുവാണേ. അപ്പോൾ അങ്ങനെ പേരയ്ക്കൊക്കെ കഴിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റിയാണ്. നമ്മളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കിനും അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന പഴുക്കാത്ത പേരയ്ക്കൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സിൽ വന്നിട്ട് ഒരുപാട് വെറൈറ്റി അല്ലേ. എങ്ങോട്ട് തിരിഞ്ഞാലും ഒന്നിൻ്റെ തന്നെ പല പല ഐറ്റംസ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മീനിനെ മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഫൈറ്ററും പിന്നെ ആരൊക്കെയോ ഉണ്ട്, പേരൊന്നും എനിക്കറിയത്തില്ല, എത്ര ദിവസത്തേക്കാണോ എന്തോ. അങ്ങനെ 2 ബോട്ടിലാക്കി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം കുറേ മീനുണ്ടെന്ന് തോന്നുന്നു, 5-6 ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. തലയിൽ കുത്തുന്ന സ്ലൈഡുകളും പൊട്ടും അങ്ങനെ റെഡി ആവുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്നത്. ഇത് മീഷോയിൽ നിന്ന് മേടിച്ചു. ഏകദേശം 500 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. അതിനൊരു 5 റാക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസിന് അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് എല്ലാ സാധനവും ഒതുക്കിയൊക്കെ വെക്കാൻ പറ്റുമല്ലോ. ഇത് നമ്മുടെ ബ്ലൂ ചിക്ക് ഫാഷൻസിലെ ഒരു സാരിയാണ്. ഈ സാരിക്ക് 299 രൂപയുള്ളൂ. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഈ ഒരു 299 എന്ന പ്രൈസിന് ഇത് അടിപൊളി പ്രോഡക്റ്റ് അല്ലേ. ഇതൊരു അടിപൊളി മസ്റ്റാർഡ് യെല്ലോ ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെട്ടത്ത് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാമേ.
ഇത് ചേച്ചിയൊക്കെ വീടിൻ്റെ അടുക്കള സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് പണ്ടത്തെ തറവാട് വീടാണ്. അകത്ത് ഒരുപാട് ഡോറുകളൊക്കെ വന്നിട്ട് അങ്ങനത്തെ വീടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ വീടുകളൊക്കെ ഇപ്പോൾ കുറവാണല്ലോ. പക്ഷേ നല്ലൊരു എന്നാ പറയുന്നത്, ഒരുപാട് ചൂടൊന്നും ഇല്ല അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കിനെ. ചുറ്റും പിന്നെ കുറേയധികം മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണ്. ചോറുണ്ട്, കുടംപുളി ഇട്ട് വെച്ച മീൻകറിയുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്, അതേപോലെ തന്നെ വാഴയ്ക്ക തോരനുണ്ട്, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ ചെറിയൊരു ട്രിപ്പ് പോയി. ആദ്യമേ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. ഒരാവശ്യമില്ലാണ്ടാണ് സ്റ്റുഡിയോയിൽ കയറിയത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം പിന്നെ അതിനകത്തോടെയൊക്കെ പരന്ന് കിടന്ന് വേണ്ടതും വേണ്ടാത്തതായ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പരാഗിൽ വന്ന് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. 80 രൂപയുടെ മെറ്റീരിയൽ ആകെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും 160 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. അങ്ങനെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് വന്ന് പിന്നെ ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. പിന്നെ ഒരു ഷെയ്ക്കും, ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഷെയ്ക്കും കുടിച്ചു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബാലരാമപുരത്ത് എത്തിയ. ബാലരാമപുരത്ത് വന്നപ്പോഴത്തേക്കിനും അവളുടെ മൂക്ക് കുത്തണമായിരുന്നു. അങ്ങനെ മൂക്ക് കുത്തി. അങ്ങനെ പിന്നെ വന്ന് ഒരാവശ്യമില്ലാണ്ട് തെരുവിനകത്തോടെ കുറേ നേരം നടന്നേ. പിന്നെ കടയിൽ കയറി കുഞ്ഞു പിള്ളേർക്കുള്ള പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ നോക്കി. ഇത് സെറ്റിൻ്റെ പാവാടയും അങ്ങനത്തെ ബ്ലൗസൊക്കെ വരുന്നതാണ്. ഫുൾ സ്റ്റിച്ചഡാണ്. ഏകദേശം 1150 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നടന്ന് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെയും കുറേ നേരം അതുവഴിയൊക്കെ നടന്നു. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇന്ന് നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഓണമൊക്കെ അടുത്തല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു. അങ്ങനെ ഈവനിങ് ആയി. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോഴത്തെ ഒരു ചൂടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു ഈവനിങ് ആണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്നു. ഇതാണ് പരാഗിൽ നിന്ന് മേടിച്ച ഡ്രസ്സ്. 2 മെറ്റീരിയൽസാണ് ഞാൻ മേടിച്ചത്. രണ്ടിനും കൂടെ ഏകദേശം 900 രൂപ അങ്ങനെ അടുപ്പിച്ചായിട്ടുണ്ട് പ്രൈസ്. ഒരേപോലത്തെ തന്നെ 2 ആണ് മേടിച്ചത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രിൻ്റ് തോന്നിയപ്പോഴത്തേക്കിനും ഞാൻ ഒരു ലൈൻ കുർത്തി തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ 2 എണ്ണം. ഇത് മീറ്ററിന് 180 ആണ് വരുന്നത്. ഞാൻ അങ്ങനെ 2.5-3 മീറ്റർ അടുപ്പിച്ച് മേടിച്ചു. സ്റ്റുഡിയോയിൽ നിന്ന് 1-2 ലിപ്സ്റ്റിക് അല്ല നെയിൽ പോളിഷും വാങ്ങിച്ച്. അങ്ങനെ വൈകുന്നേരം നെയിൽ പോളിഷൊക്കെ അടിച്ച് ഈവനിങ് ഒരു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ്. നാളെ ഇനി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചു. ഇത് ഞാൻ പരാഗിൽ നിന്ന് മേടിച്ചായിരുന്നു. അത് മീറ്ററിന് 10 രൂപയുള്ളൂ ലേസ്. അങ്ങനെ പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത്. ഈ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയില്ലേ, ആ ഭംഗി കണ്ടുകൊണ്ട് മേടിച്ചതാണ്. 79 രൂപയാണ് ഈ നെയിൽ പോളിഷിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം വെറൈറ്റി കളേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ കിട്ടുമെന്ന് തോന്നുന്നു. നെയിൽ പോളിഷിൻ്റെ കുറച്ച് വെറൈറ്റി. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.